ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അരുന്ധതിയാണ്. നമ്മൾ ശ്യാമയെ എങ്ങനെയൊക്കെ തകർക്കാൻ നോക്കി, എന്നിട്ടൊന്നും സാധിക്കുന്നതേയില്ല. അവളുടെ കൃഷ്ണനാണ് അവളെ എല്ലായിടത്തുനിന്നും രക്ഷിക്കുന്നതെന്ന് അരുന്ധതി പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അത് ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അവളുടെ മുറിയിലെ ആ കൃഷ്ണ വിഗ്രഹം അതെടുത്തു കളയാൻ ഞാനും പല ശ്രമിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. അവളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവളെ രക്ഷിക്കാൻ അവളുടെ കണ്ണൻ എങ്ങനെയെങ്കിലും എത്തും. ഇത് കേൾക്കുന്ന ജഗൻ പറയുകയാണ്, അതെല്ലാം നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ്. ഇനി എന്താണെങ്കിലും നമ്മളുടെ കുരുക്കിൽ നിന്നൊന്നും അവൾ രക്ഷപ്പെടാനേ പോകുന്നില്ല. വസുന്ധരയ്ക്ക് ശ്യാമയുടെ ദേഷ്യം തോന്നണം. ആ ദേഷ്യം കൂടിക്കൂടി പകയാകണം. അതാ നമ്മളിനി ചെയ്യേണ്ടത്. അതിന് നമ്മളുടെ കൂടെ ഇനി ഒരാളും കൂടിയുണ്ട്, അശ്വതി. അശ്വതി എങ്ങനെയെങ്കിലും ആനന്ദ നിലയത്തിലെത്തിക്കണം. എങ്കിലേ കാര്യങ്ങളെല്ലാം സുഖമായി മുന്നോട്ട് പോവുകയുള്ളെന്ന് ജഗൻ പറയുമ്പോൾ അതിനോട് യോജിക്കുകയാണ് അരുന്ധതിയും ഐശ്വര്യയും. പിന്നീട് കാണിക്കുന്നത് അശ്വതിയാണ്. അശ്വതി റോഡിലൂടെ നടന്നു പോകുമ്പോൾ ജയേഷ് അശ്വതിയുടെ അടുത്തേക്ക് വരികയാണ്. എന്തിനാ വെയിൽ കൊണ്ടിങ്ങനെ നടക്കുന്നത്? ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് അശ്വതിയെ ബലമായി വണ്ടിയിൽ കയറ്റാൻ ശ്രമിക്കുകയാണ് ജയേഷ്. അതേസമയം ശ്യാമ അങ്ങോട്ടേക്ക് വരികയും ജയേഷിന് താക്കീത് നൽകി പറഞ്ഞു വിടുകയും ചെയ്യുന്നു. ശ്യാമയോട് തൻ്റെ കൂടെ വീട് വരെ വരാമോ എന്ന് അശ്വതി ചോദിക്കുമ്പോൾ വസുന്ധരയ്ക്ക് സത്യം ചെയ്തു കൊടുത്ത കാര്യമെല്ലാം തന്നെ ശ്യാമ ഓർക്കുന്നു. എനിക്ക് പേടിയായിട്ടാ ശ്യാമേ, അയാൾ ഇനിയും വഴിയിലെങ്ങാനും വന്ന് നിന്നാലോ എന്നൊക്കെ അശ്വതി പറയുമ്പോൾ ശ്യാമ അശ്വതിയുടെ ഒപ്പം വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്നയുടൻ അശ്വതി പറയുകയാണ്, എന്നെ പോലുള്ളവർക്ക് ഇനിയുടെ ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്നും തന്നെ പോകാമെന്നാ ഞാൻ കരുതുന്നത്. ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, ചേച്ചി എത്രയെന്ന് കരുതിയാ ഇങ്ങനെ ഒളിച്ചോടുന്നത്? ഞാനായിരുന്നെങ്കിൽ ജയേഷിനെ പിടിച്ച് ഇവിടെ നിന്നും പോവുകയില്ലായിരുന്നു. പിന്നെ ഞാൻ കാര്യങ്ങളെല്ലാം അഖിൽ സാറിനെ അറിയിച്ചു. നീ എന്തിനാ ശ്യാമേ അഖിലിനോട് പറഞ്ഞതെന്ന് അശ്വതി ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, ഇനി എന്താണെങ്കിലും ചേച്ചിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. അഖിൽ സാറ് എല്ലാ കാര്യങ്ങളും ആലോചിച്ച് നല്ലൊരു തീരുമാനം തന്നെ എടുക്കും. ചേച്ചിയുടെ ജീവിതം എന്താണെങ്കിലും ഞാൻ സുരക്ഷിതമാക്കി തന്നിരിക്കും. ഇത് കേൾക്കുന്ന അശ്വതി പറയുകയാണ്, എനിക്കിപ്പോൾ അല്പം ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അശ്വതി ശ്യാമയെ കെട്ടിപ്പിടിക്കുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന വസുന്ധര ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. നീ അപ്പോൾ എൻ്റെ വാക്ക് തെറ്റിച്ച് ശത്രുപക്ഷത്ത് തന്നെ ചേർന്നല്ലേ? അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു നീ ഇങ്ങനെ എന്തെങ്കിലും ചതി ഒപ്പിക്കുമെന്ന്. ഈ സമയത്ത് ഈശ്വരനായിട്ടാ എന്നെ ഇവിടെ എത്തിച്ചത്. ഇത് കേൾക്കുന്ന അശ്വതി പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. എനിക്കൊന്നും കേൾക്കണ്ട. നീ എന്തിനാ പറയുന്നത് എന്ന് അശ്വതിയോട് വസുന്ധര ചോദിക്കുമ്പോൾ ഇതെൻ്റെ വീടാണെന്നും ഇവൾ എൻ്റെ അനിയത്തിയാണെന്നും അതുകൊണ്ട് ഞാൻ സംസാരിക്കുമെന്നും അശ്വതി പറയുന്നു. ഇത്രയും നാളും നിന്നോട് സംസാരിക്കാൻ വന്നത് ആദ്യമായിരുന്നു. ഇനി ആദ്യം വിട്ടാൽ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാ ഞാൻ തന്നെ നേരിട്ടിറങ്ങിയത്. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ രണ്ടിൻ്റെയും കഥ ഞാൻ അങ്ങ് തീർക്കും എന്ന് നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ എന്ന് വസുന്ധര പറയുമ്പോൾ പേടിയോടെ നിൽക്കുകയാണ് ശ്യാമയും അശ്വതിയും. നിന്നെ കണ്ട് സംസാരിച്ച് പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാമെന്നും നഷ്ടപരിഹാരം എന്തെങ്കിലും വേണമെങ്കിൽ അതും തരാമെന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെയും പുറപ്പാട് കണ്ടിട്ട് നിങ്ങൾ സമാധാന ചർച്ചയ്ക്കൊന്നും ഒരുക്കമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അശ്വതി, നിന്നെ എന്താണെങ്കിലും ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചിരിക്കും. അരുണിന്റെ ജീവിതം തകർക്കാമെന്ന് നീ കരുതണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വസുന്ധര അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ആകെ തകർന്നിരുന്ന് കരയുന്ന ശ്യാമയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയുടെ വീടാണ്. ശ്യാമയുടെ പുതിയ പാട്ട് കേൾക്കുകയാണ് അരുന്ധതിയും ജഗന്നാഥനും. തുടർന്ന് തൻ്റെ ഫോൺ ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് അരുന്ധതി പറയുകയാണ്, കണ്ടില്ലേ, അവളുടെ അടുത്ത പാട്ടും ഹിറ്റായി. അവളെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരികയാണെന്ന് അരുന്ധതി പറയുമ്പോൾ ജഗൻ പറയുകയാണ്, ആനന്ദ നിലയം പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലോ, ഇനി എന്താണെങ്കിലും അവളുടെ പാട്ടെല്ലാം പാഴായി പോയിക്കോളുമെന്ന് ജഗൻ പറയുകയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി, ജയേഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ജയേഷ് റോഡിൽ വെച്ച് അശ്വതിയെ കാണുകയും എന്തൊക്കെയോ പ്രശ്നമാവുകയും ചെയ്തു. അതേസമയം ശ്യാം അങ്ങോട്ടേക്ക് വന്ന് അശ്വതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടത്രേ. അശ്വതിയുടെ പിന്നാലെ നിഴലായി നടക്കുകയാണ് വസുന്ധര. എന്താണെങ്കിലും വസുന്ധര ശ്യാമയെ അശ്വതിയുടെ വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ടാകും. ഇതിനോടകം അവിടെ ഒരു ഭൂകമ്പവും ഉണ്ടായി കാണും. ഇത് കേൾക്കുന്ന അരുന്ധതിക്ക് സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അശ്വതിയുടെ വീട്ടിൽ നിന്നും വന്നതിന് ശേഷം ദേഷ്യത്തോടെ നിൽക്കുകയാണ് വസുന്ധര. ഇത് കാണുന്ന ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, തള്ള വന്നപ്പോൾ മുതൽ തെക്കോട്ടും വടക്കോട്ടും നടക്കുകയാണല്ലോ, ഇന്നിവിടെ എന്താണെങ്കിലും ഒരു ഭൂകമ്പം നടന്നിരിക്കും. അതേസമയം അമൃത അങ്ങോട്ടേക്ക് ചായയുമായി വരുമ്പോൾ ചായ വേണ്ടെന്ന് പറഞ്ഞ് അമൃതയെ വഴക്ക് പറയുകയാണ് വസുന്ധര. അതേസമയം ശ്യാമ അങ്ങോട്ടേക്ക് വരികയാണ്. ശ്യാമ തൻ്റെ മുറിയിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ വസുന്ധര പറയുകയാണ്, അവിടെ നിൽക്ക്, നീ എങ്ങോട്ടേക്കാണ് പോകുന്നത്? എന്താ അമ്മേ, എന്താ ശ്യാമേ, എന്താ പ്രശ്നമെന്ന് അമൃത ചോദിക്കുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ നീ എന്തിനാ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതെന്ന് വസുന്ധര ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. തുടർന്ന് അശ്വതിയുടെ വീട്ടിൽ പോയതിന്
ശ്യാമയ്ക്ക് നേരെ കൈ ഓങ്ങുകയാണ് വസുന്ധര. ഇനി നീ എന്താണെങ്കിലും ഈ വീട്ടിൽ വേണ്ട, എൻ്റെ വീട്ടിൽ നിന്ന് നീ ഇപ്പോൾ പടിയിറങ്ങണം. അത്രയും പറഞ്ഞുകൊണ്ട് വസുന്ധര ശ്യാമയെ പിടിച്ച് പുറത്തേക്ക് തള്ളുകയാണ്. അഖിൽ സാറിനെ കാണാതെ ഞാൻ പോകില്ലെന്ന് ശ്യാമ പറയുമ്പോൾ, അഖിൽ വരുന്നത് വരെ നീ ഗേറ്റിന്റെ പുറത്ത് നിന്നാ മതിയെന്ന് പറഞ്ഞ് വസുന്ധര ശ്യാമയെ ഗേറ്റിന്റെ പുറത്തേക്ക് തള്ളുകയാണ്. ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അകത്ത് കയറണമെന്ന് പറയുമ്പോൾ അമൃതയും ഐശ്വര്യയും അകത്തേക്ക് കയറുന്നു. തുടർന്ന് വസുന്ധര കഥ കടക്കുകയാണ്. ഇതൊക്കെ കണ്ട് ആകെ തകർന്നു നിന്ന് കരയുകയാണ് ശ്യാമ. പിന്നീട് കാണിക്കുന്നത് അഖിലിനെയാണ്. സൺഷൈൻ കമ്പനിയുടെ മാനേജറുമായിട്ട് സംസാരിക്കുകയാണ് അഖില്. രണ്ടാമത്തെ ആൽബത്തിന്റെ അഡ്വാൻസ് മാനേജർ നൽകുന്നു. ആ കുട്ടിയെ സന്തോഷത്തോടെ കൊണ്ടു നടക്കണം. പാട്ടുകാരുടെ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കണമെന്നാ പറയാറ്. അങ്ങനെ തന്നെയാ സാർ ഞാൻ കൊണ്ടു നടക്കുന്നതെന്ന് അഖിലും പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.